നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗ് BJP മച്ച ഡീൽ ഉറപ്പായിരിക്കുകയാണ്. ഒരു ഓഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. വോട്ടാണ് മുഖ്യം ബിഗില്. ആരാ പറഞ്ഞിരിക്കുന്നത്? PMA സലാം. ലീഗ് ജനറൽ സെക്രട്ടറി തന്നെ വിളിച്ചു പറയുകയാണ്, ഏത് ശാഖയിൽ വേണോ ഞാൻ പോവാൻ തയ്യാറാണ്. ശാഖ ഇപ്പോൾ നമുക്ക് അയിത്തമുള്ള കാര്യമല്ല. അത് മാധ്യമങ്ങളടുത്തും പൊതുവേദിയിലും CPM-നെതിരെ സംസാരിക്കുമ്പോൾ അത് അവർ തമ്മിൽ ഡീലിംഗ് ആണെന്ന് പറഞ്ഞാൽ മതി. ബാക്കി നമ്മൾ അന്തർധാരയിലൂടെ എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്ത് നടത്തി വരുന്ന ആശാസമര വേദികളിലെല്ലാം ഇവർ ഒരുമിച്ച് വേദി പങ്കിട്ട് വരുന്നതിന് പിന്നാലെ ഇനിയിപ്പോ പ്രവർത്തകരെയൊക്കെ വിളിച്ചറിയിച്ചിരിക്കുകയാണ് ഏത് ശാഖയിലേക്കാണ് പോകേണ്ടത്. ഞാൻ തന്നെ നേരിട്ട് PV അൻവറിന്റെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടം പോയതുപോലെ ആ രീതിയിൽ ഏത് ശാഖയ്ക്കകത്ത് വേണോ കയറിക്കൊള്ളാം. ആ ശാഖയുമായിട്ട് ബന്ധപ്പെട്ട് സതീശനുള്ള സ്വാധീനം വെച്ച് സതീശൻ വിളിച്ചു പറയുകയും ഒപ്പം ശാഖകളുടെ സംരക്ഷകനായ K. സുധാകരൻ വഴിയും അവിടേക്ക് എത്താൻ വേണ്ടിയുള്ള എല്ലാ പ്ലാനിങ്ങും അല്ലെങ്കിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞതായിട്ട് ആ ഓഡിയോ തെളിയിക്കുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ആരൊക്കെ തമ്മിലാണ് ഈ നാട്ടിൽ വോട്ട് ഡീലിങ്സ് ഉണ്ട് എന്നുള്ള ഒരു ആശയക്കുഴപ്പവും വേണ്ട. അതായത് ഈ കട്ട് തിന്നുന്നവൻ തന്നെ കട്ട് തിന്നതിന് ശേഷം ബാക്കിയുള്ളവരെ കള്ളൻ എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് ലീഗ് എത്തിക്കഴിഞ്ഞു എന്നത് ഈ ഓഡിയോ തെളിയിക്കും. ജീവിച്ചിരിക്കുന്ന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMA സലാമിന്റെ ആ ശബ്ദം തന്നെയാണ് അതിനുള്ള തെളിവ്. നമുക്ക് വോട്ടാ വേണ്ടത്. അത് ഒരു ബൂത്ത് കമ്മിറ്റി അറിഞ്ഞോ, മണ്ഡലം കമ്മിറ്റി അറിഞ്ഞോ, മറ്റേ കമ്മിറ്റി അറിഞ്ഞോ എന്നുള്ള പ്രശ്നമല്ല. നമുക്ക് വോട്ട് വേണം. അതിന് നമ്മുടെ ആളുകളൊക്കെ വോട്ട് ചെയ്യണം. ഈ വോട്ട് ചെയ്യാൻ തയ്യാറുള്ള ആളുകളൊക്കെ നമുക്കാണ്. BJP-ക്കാരൻ നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ BJP-ക്കാരനെ ഞാൻ പോയി കാണാൻ തയ്യാറാ. നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥി ഏൽപ്പിക്കണം. അങ്ങനല്ല. മീഡിയ കൊണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ സംഘി ചാപ്പയായിട്ട് നടക്കുന്നതാണല്ലോ. ആർക്കൊക്കെയാണ് സംഘി ചാപ്പ കൊടുക്കണമെന്നുള്ള തീരുമാനിക്കുന്നത് മീഡിയ ഒന്നിനകത്ത ദാവൂദാണ്. മീഡിയ ഒന്നിനകത്ത ദാവൂദും അല്ലെങ്കിൽ PK ഗ്രൂപ്പുകളിലുള്ളവർക്കൊന്നും ഈ ഓഡിയോ അങ്ങോട്ട് ചെവിയിലോട്ട് കയറിയിട്ടില്ല. അടിയിൽ കൂടെ വോട്ട് കച്ചവടത്തിന് വേണ്ടി BJP-യുടെ ശാഖ നിറങ്ങാൻ നടക്കുന്ന ജനറൽ സെക്രട്ടറി പുറത്തിറങ്ങിയിട്ട് SFI നേതാക്കന്മാർക്ക് CPM നേതാക്കന്മാർക്കെല്ലാം സംഘി ചാപ്പ കുത്താൻ നടക്കുമ്പോൾ എന്താണ് ആ ചാപ്പയും കൈ കൊണ്ട് നടന്ന് അധികാരത്തിന് വേണ്ടി ഇവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് ആ ഓഡിയോ തെളിയിക്കുന്നുണ്ട്. ഇതും പോരാഞ്ഞിട്ട് ഇവരെ വെള്ളപൂശാനും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർഗീയ പ്രവർത്തനങ്ങൾ വോട്ടിന് വേണ്ടി ഇവിടെ മുസ്ലിം എന്നും ഹിന്ദു എന്നും ആ രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് രണ്ട് വർഗീയ കക്ഷികൾ മുസ്ലിങ്ങളുടെ വോട്ട് വർഗീയത പറഞ്ഞ് ഞങ്ങൾ സ്വരൂപിക്കാം, സംഘപരിവാറുകാർ ഹിന്ദുവിന്റെ വോട്ട് പറഞ്ഞ് നിങ്ങൾ സ്വരൂപിക്കൂ, എന്നിട്ട് ശാഖയിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞുറപ്പിക്കാം. ഞങ്ങളെ ED വെച്ച് ശല്യം ചെയ്യാതിരുന്നാൽ അതിന്റെ ഒരു വിഹിതം നിങ്ങൾക്ക് കൂടി തരാം. ഇലക്ട്രൽ ബോണ്ട് വാങ്ങും പോലെയാണെന്ന് അങ്ങ് കരുതിയാൽ മതി. ഈ ഡീലിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനലിലെ SFI സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശിവപ്രസാദ് ഒരു കാര്യം പറഞ്ഞ് വിമർശിച്ചു. ആ വാചകങ്ങൾ കൂടി കേൾക്കുമ്പോൾ ഇവർ തമ്മിലുള്ള അന്തർധാര എന്താണെന്നും പുറത്ത് നാക്കിട്ടടിക്കുന്നതെല്ലാം വെറും ഷോയാണെന്നും ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ ED പോലും വരുമെന്നതിന്റെ തെളിവാണ് നേരത്തെ PK ഫിറോസ് ബിനീഷ് കോടിയേരിക്കെതിരെ കേസ് കൊടുത്ത് ഉടനടി അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിട്ട ചരിത്രമുള്ളത്. അങ്ങനെ ലീഗുകാർ ഒളിഞ്ഞും തെളിഞ്ഞും ED അവരെ വീട്ടിൽ കയറാതെയും എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ വീടുകളിലേക്ക് ED-യെ പറഞ്ഞു വിടാനുമുള്ള കഴിവും അതിനുശേഷം അന്തർധാരയുമായിട്ട് നടത്തുന്നത് എന്താണെന്ന് വളരെ കൃത്യമായി ആ ഓഡിയോ തെളിയിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മീഡിയ വൺ ചാനൽ ഇതൊന്നും കാണാത്തതിനെ കുറിച്ച് ശിവപ്രസാദ് പറഞ്ഞ ആ വാചകം കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നാട്ടിൽ നടത്തുന്ന പല ഒളിച്ചു കടത്തലുകളും ബോധ്യപ്പെടും. പിന്നെ മീഡിയ വൺ ചാനൽ ഞാനത് പ്രത്യേകം ചോദിച്ചു. മീഡിയ വൺ ഒന്നും ഞാനൊരു പോസ്റ്റ് കാണിക്കട്ടെ. ശശികല ടീച്ചറുടെ മീഡിയ വൺ പ്രത്യേകം കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കണ്ടില്ല, 6 ദിവസം മുമ്പ് PK ശശികല ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഈ ചിത്രം ഗോകുൽ ഗുരുവായൂരിൻ്റെയാണ് കേട്ടോ. ഗോകുൽ ഗുരുവായൂർ MSF-നെ പറ്റി പറഞ്ഞത് വളരെ കേമമായി. മിടുക്കനാണ് ഗോകുൽ ഗുരുവായൂർ. നിങ്ങൾ സൂം ചെയ്യണം കേട്ടോ. ഇത് വേറെ ഒന്നും എടുത്തില്ലെങ്കിൽ മിടുക്കനാണ്. ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. മിടുക്ക എന്നാണ് ആരെ വിളിക്കുന്നത്? ഗോകുൽ ഗുരുവായൂരിനെ. കാർഡ് ഇറങ്ങിയില്ലല്ലോ മീഡിയ വണ്ണിൽ. മീഡിയ വൺ ചാനലിന്റെ കാർഡ് നിങ്ങളാരെങ്കിലും കണ്ടോ? ഞങ്ങൾ കണ്ടില്ല. മിടുക്ക എന്ന് KSUവിന്റെ ജില്ലാ പ്രസിഡന്റിനെ ശശികല ടീച്ചർ വിളിക്കുമ്പോൾ കാർഡില്ല. PK നവാസിനെതിരെ രാഷ്ട്രീയ വിമർശനം SFI ഉന്നയിക്കുമ്പോൾ ഉന്നയിച്ച് നിമിഷങ്ങൾക്കകം ശശികല ടീച്ചറിന്റെ കാർഡ് വരിക. ശശികല ടീച്ചറും സഞ്ജീവും കൂടെ നിൽക്കുന്ന പടം വളരെ നല്ല എഡിറ്റിംഗ് ആണ്. മീഡിയ വണ്ണിന്റെ എഡിറ്റിംഗ് പറയാതിരിക്കാൻ വരെ തരയില്ല. അതുകൊണ്ട് പറയാണ്, വളരെ നല്ല എഡിറ്റിംഗ് ആണ്. എങ്ങനെയാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ മീഡിയ വണ്ണിന് തോന്നുന്നത്? കേരളത്തിലൊരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനമല്ലേ. ഇത് വാർത്തയാകാതിരിക്കുകയും അതാ പ്രശ്നം. അത് വാർത്തയാക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇത് വാർത്തയാകാതിരിക്കുകയും അത് വാർത്തയാകുകയും ചെയ്യുന്നതിലെ രാഷ്ട്രീയ യുക്തി ഈ കേരളത്തിൽ
പച്ചവെള്ളം കുടിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും. ഒരു വർഗീയവാദി പ്രതിരോധത്തിലാവുമ്പോൾ ആ പ്രതിരോധത്തിലാവുന്ന വർഗീയവാദിക്ക് കച്ചിത്തുരുമ്പ് കൊടുക്കാൻ മറ്റൊരു വർഗീയവാദി പ്രത്യക്ഷപ്പെടുമ്പോൾ ആ കച്ചിത്തുരുമ്പ് ബന്ധിപ്പിക്കുന്ന പാലമായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറാൻ പാടുണ്ടോ? രാഷ്ട്രീയ വിമർശനമാണ്. ഒരു വർഗീയവാദിക്ക് കൈത്താങ്ങുമായി മറ്റൊരു വർഗീയവാദി വരുമ്പോൾ ആ വർഗീയവാദികളുടെ കൈകൾ കൂട്ടി ബന്ധിപ്പിക്കുന്നത് ശരിയോ തെറ്റോ വിലയിരുത്തേണ്ടത് മാധ്യമങ്ങളാണ്. തെറ്റ് എന്ന അഭിപ്രായമാണ് സഫിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് ശശീല ടീച്ചറുടെ പോസ്റ്റ് അങ്ങ് വൈറലാക്കുമ്പോൾ ഇങ്ങനെ ചില പോസ്റ്റുകളും ഈ പറയുന്ന വർഗീയവാദിയായ സ്ത്രീ ഇട്ടിരുന്നു എന്ന ബോധ്യം കേരളത്തിനകത്ത് ഉണ്ടാവണം. ചാപ്പ കുത്തുമ്പോൾ ആദ്യം ഇങ്ങോട്ട് കുത്തുന്നതിന് മുമ്പ് ഇത് ചാപ്പ ഏറ്റുവാങ്ങാൻ യോഗ്യരായ കുറേയേറെ ആളുകൾ കൂടെ തന്നെ ഉണ്ട് എന്ന ബോധ്യം എല്ലാവർക്കും ഉള്ളത്. വോട്ടിന് വേണ്ടി എന്ത് തോന്നിവാസവും തെമ്മാടിത്തവും കാണിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് ഏത് വഴിവിട്ട രീതിയിൽ ഞങ്ങൾ സഞ്ചരിക്കും. അധികാര കസേരയിൽ എത്തിയാൽ മതി. ആ അധികാര കസേര എത്തിയാൽ പ്രത്യുപകാരം എന്നോണം നമ്മളെ ആരാണോ സഹായിച്ചത്, ആരാണ് ഈ BJP-ക്കാരാണെങ്കിലും ശാഖക്കാരാണെങ്കിലും അവർക്ക് വളരാനും അവരെ പരിപോഷിപ്പിക്കാനും വേണ്ടി സവർക്കർ ഇന്നലകളിൽ ബ്രിട്ടീഷുകാരോട് എന്താണോ ചെയ്തത് അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ലീഗ് ശാഖയ്ക്കകത്ത് പോയി ഉറപ്പ് കൊടുത്തു എന്നതിന്റെ തെളിവായിട്ട് കൂടിയാണ് ഈ ഓഡിയോ പരിഗണിക്കേണ്ടത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ജാഗ്രത പുലർത്തേണ്ടതും മത്സരിക്കേണ്ടതും അപ്പോ BJP-യെ പ്രത്യേകിച്ചല്ല, UDF-നെ പ്രത്യേകിച്ചല്ല, ഇവരെല്ലാം ഒരുമിച്ചാണ് എന്നതിന്റെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള തെളിവാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്.